എ ഗ്രെയിൻ ഓഫ് വീറ്റ് ബൈ നഗുഗി വാ തിയോങ്കോ. നഗുഗി വാ തിയോങ്കോ എഴുതിയ എ ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പരാമർശിക്കാൻ പോകുന്നത്. തീം എന്ന് പറയുന്നത് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് കെനിയയാണ്. കെനിയ തൻ്റെ ഇൻഡിപെൻഡൻസ് നേടുന്നത് 1963 കാലഘട്ടത്തിലാണ്. The author wrote the novel of Kenya, which was under British rules for years. ഈ ഓഥർ കെനിയയെപ്പറ്റി എഴുതുന്നു. ഈ കെനിയ എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷ് റൂൾസിൻ്റെ അണ്ടറിലാണ് ഇയേഴ്സായിട്ട്. British did wrong to the peoples of Kenya. After struggling for long, they got independence and they are celebrating their independence. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ വശങ്ങളൊക്കെ നമുക്കറിയാം. കൊളോണിയലിസം നേറ്റീവ് പീപ്പിൾസിന് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ദുരിതം അനുഭവിച്ചതിന് ശേഷം, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അവർ ഇൻഡിപെൻഡൻസ് നേടിയിരിക്കുകയാണ്. ഈ ഇൻഡിപെൻഡൻസ് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഇൻഡിപെൻഡൻസ് ഡേ അവർ സെലിബ്രേഷനെ പറയുന്ന പേരാണ് ഉഹുറു സെലിബ്രേഷൻ. ഈ ഉഹുറു സെലിബ്രേഷൻ നടക്കുന്നത് കെനിയയിലെ ഒരു വില്ലേജായ തബായി വില്ലേജിലാണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ, മുഗോ ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. മുഗോ ഒരു വില്ലേജറാണ് ആൻഡ് അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററാണ്. വൺസ് ഹീ സേവ്ഡ് എ പ്രഗ്നൻറ്റ് വുമൺ ബീറ്റൻ ബൈ ബ്രിട്ടീഷേഴ്സ് ആൻഡ് ഹീ ബിക്കം ദ ഹീറോ. ഒരിക്കൽ ഒരു പ്രഗ്നൻറ്റ് വുമണിനെ ബ്രിട്ടീഷേഴ്സിൻ്റെ മർദ്ദനത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ വില്ലേജിൻ്റെ തന്നെ ഹീറോ ആയി മാറി. ബട്ട് ഹി വാസ് എ ട്രൈറ്റർ. അദ്ദേഹം ഒരു ചതിയനാണ്. ഹു ബിട്രേഡ് കിഹിക. അദ്ദേഹം ആരെയാണ് ചതിച്ചത്? കിഹിക എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഫൈറ്ററിനെയാണ്. ഹി ഓൾസോ ഫീൽ ഗിൽറ്റി ആഫ്റ്റർ കിഹികാസ് ഡെത്ത്. കിഹിക മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഗിൽറ്റി ഫീല് അനുഭവിക്കുകയാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഗായ്ക്കോണിയോ. ഗായ്ക്കോണിയോ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള കാർപ്പൻ്ററാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു ബിസിനസ് മാനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ദ ബ്യൂട്ടിഫുൾ മുംബി എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ലേഡി, ബ്ലാക്ക് ലേഡിയാണ്. ബട്ട് ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ. ബ്രിട്ടീഷേഴ്സ് അദ്ദേഹത്തിനെ എപ്പോഴും ഒരു നോട്ടം ഇട്ടിരുന്നു. അദ്ദേഹത്തെ പിടികൂടുകയും അവർ അദ്ദേഹത്തെ പ്രിസൺമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. 6 വർഷത്തേക്ക് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാണ്. ബട്ട് ആ ഒരു പ്രിസൺമെൻറ്റിന് ശേഷം അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായ മുംബി ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞു. ആൻഡ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നത് കരൺജ. ദ വില്ലേജേഴ്സ് എല്ലാം ഹെയ്റ്റ് ചെയ്യുന്ന കരൺജ എന്ന് പറയുന്ന വ്യക്തിയാണ്. മുംബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗായ്ക്കോണിയുടെ വൈഫാണ്. അത് മാത്രമല്ല ഒരു ഫ്രീഡം ഫൈറ്റർ നമ്മൾ മരിച്ചതെന്ന് പറഞ്ഞല്ലോ, ആ കിഹികയുടെ സിസ്റ്റർ കൂടിയാണ്. അടുത്ത കിഹിക എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്ററാണ്. ഫൈറ്റ് ഫോർ വില്ലേജേഴ്സ്. ഫൈനലി ഹി കോട്ട് ആൻഡ് കിൽഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. അദ്ദേഹത്തെ പിടികൂടുകയും കൊല്ലുകയും ചെയ്യുവാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെ കൊന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പിടികൂടുന്നതും തൂക്കിക്കൊല്ലുന്നതും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ, സ്റ്റോറി റിട്ടൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൗ റെബലിയൻ. മൗ റെബലിയൻ്റെ ആ ഒരു മൗ ലഹള, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്റ്റോറി പറയുന്നത്. മുംബി ആൻഡ് ഗായ്ക്കോണിയോ ഗെറ്റ് മാരീഡ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. ഹി വാസ് അറസ്റ്റഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ആൻഡ് കെപ്റ്റ് അണ്ടർ സർവിലൻസ്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ്, മുംബിയുടെയും ഗായ്ക്കോണിയുടെയും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ബ്രിട്ടീഷേഴ്സ് പിടികൂടുകയും 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്യുവാണ്. ഹി വാസ് ബാക്ക് ആഫ്റ്റർ ഡിറ്റൻഷൻ. ദെൻ ഹി ഗോട്ട് ടു നോ അബൌട്ട് ദ ഡെലിവറി ഓഫ് ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അറിയുന്നത് വൈഫിൻ്റെ പ്രസവം കഴിഞ്ഞതിനെ പറ്റിയിട്ടാണ് അറിയുന്നത്. ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ഹിം ആഫ്റ്റർ ഇംപ്രിസൺമെൻറ്റ്. ആ ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു ഇത്. ആഫ്റ്റർ സം ഡേയ്സ് കിഹിക വാസ് അറസ്റ്റഡ് ആൻഡ് ഹങ് ബൈ ബ്രിട്ടീഷേഴ്സ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുംബൈയുടെ ബ്രദറായ കിഹികയെ ബ്രിട്ടീഷേഴ്സ് പിടികൂടുകയും തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. It is because of മുഗോ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. മുഗോയാണ് അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്റ്റോറി നടക്കുന്നത് തബായി വില്ലേജിലാണെന്ന് പറഞ്ഞു. കെനിയയിലുള്ള ഒരു വില്ലേജാണ് തബായി വില്ലേജ്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനായ ഉഹ്റു സെലിബ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉഹ്റു സെലിബ്രേഷന് അവർ ഒരു ഉദ്ദേശമുണ്ട്. ഉഹ്റു സെലിബ്രേഷൻ ചെയ്യുമ്പോൾ അവർ സ്റ്റേജിൽ വെച്ചിട്ട് കീഗ എന്ന ഫ്രീഡം ഫൈറ്ററിനെ ഒറ്റുകൊടുത്തത് ആരാണോ അത് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ആകെ അറിയാവുന്നത് ഒറ്റുകൊടുത്ത മുഗോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ മുഗോ ആണെന്ന് ഈ വില്ലേജേഴ്സ് ആരും വിശ്വസിക്കുന്നില്ല. കാരണം മുഗോ വില്ലേജേഴ്സിന് മുന്നിൽ ഒരു ഹീറോയാണ്. പക്ഷേ ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് കരൺജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും ഹെയ്റ്റ് ചെയ്യാൻ കാര്യം അദ്ദേഹം ഈ വില്ലേജിലുള്ള ഒരാളായിട്ട് പോലും അദ്ദേഹം വില്ലേജേഴ്സിന് വേണ്ടിയിട്ട് പോരാടുന്നതിന് പകരം അദ്ദേഹം ബ്രിട്ടീഷേഴ്സിനൊപ്പം ചേർന്നിട്ട് അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ കുറേ കരൺജയെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ബ്രിട്ടീഷേഴ്സിനോടൊപ്പം നിന്നത്. പക്ഷേ കരൺജി എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ നിൽക്കുക മാത്രമല്ല അവരിൽ ഒരു ഓഫീസർ കൂടിയായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എല്ലാവർക്കും വലിയ വെറുപ്പാണ്. അപ്പോൾ കരൺജിയാണ് കിഹികയെ ഒറ്റുകൊടുത്തത് എന്നാണ് നാട്ടിലുള്ളവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ കരൺജിയെ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരാളാണ് അയാളെ ചതിച്ചത് എങ്കിൽ ആ വ്യക്തിയെ എക്സ്പോസ് ചെയ്ത് സ്റ്റേജിൽ കൊണ്ടുവരികയും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുവാനുമാണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാനായിട്ട് നമ്മൾ മുഗോ ഒരു ഹീറോ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള പേഴ്സണാണ്. ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ ഉൾവലിഞ്ഞ ആരോടും അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം തയ്യാറല്ല, സ്റ്റേജിൽ വന്ന് അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറല്ല. അതുമാത്രമല്ല അദ്ദേഹം വലിയൊരു ഗിൽറ്റി ഫീലുണ്ട്. അദ്ദേഹത്തിന് തന്നെ സ്വയം അറിയാം ഞാനാണ് കിഹികയെ ചതിച്ചതെന്ന്. അപ്പോൾ ആ ഒരു ഗിൽറ്റി ഫീലും കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ജനറൽ ആർ ആൻഡ് കൊയ്ന എന്ന് പറയുന്ന മൗമോ റിബലിയനിൽ തന്നെ ഉണ്ടായിരുന്ന 2 ഫ്രീഡം ഫൈറ്റേഴ്സാണ് ഈ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം അവരുടെ മുന്നിലേക്ക് വരാനോ സ്റ്റേജിലേക്ക് വരാനോ ഒന്നും തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജനറൽ ആർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. കിഹികയുടെ ആ ഒരു ചതിച്ച ആ ആളിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് സംസാരിച്ച് മുഗോ സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ്. അദ്ദേഹം സ്വയം കൺഫസ് ചെയ്യുവാണ് ഞാനാണ് കൊന്നത്. പക്ഷേ അത് വില്ലേജേഴ്സിനെല്ലാം ആദ്യം ഒരു അന്താളിപ്പായിരുന്നു എങ്കിലും എല്ലാവർക്കും ദേഷ്യമൊക്കെ വന്നുവെങ്കിലും പിന്നീട് എല്ലാവരും ക്ഷമിച്ചു. കാരണം എന്താണ്, മുഗോ ആ വില്ലേജിൻ്റെ ഹീറോയാണ്. അപ്പോൾ ഹീറോയാണ് ആ ചതിച്ചതെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ഹീറോ ആയതുകൊണ്ട് മാത്രം ആ വില്ലേജേഴ്സ് അദ്ദേഹത്തോട് ക്ഷമിക്കുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത്, ഇത് ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗവും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗൈക്കോണിയോയും മുമ്പിയും തമ്മിലുള്ളതാണ്. ഗൈക്കോണിയോ നമ്മൾ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ മുമ്പി ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ കരൺജയാണ്. അപ്പം എല്ലാ വില്ലേജേഴ്സിനെയും പോലെ തന്നെ ഗൈക്കോണിയോയ്ക്കും കരൺജയെ ഇഷ്ടമല്ല. അപ്പം അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയാണ്, കരൺജ ആൻഡ് ഗൈക്കോണിയോ. ഇവരുടെ ആ ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവുകയും ഗൈക്കോണിയോയ്ക്ക് വളരെ അപകടം പറ്റുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുകയാണ്. ഈ ഹോസ്പിറ്റലൈസ്ഡായ ഗൈക്കോണിയെ കാണാനായിട്ട് മുമ്പി അവിടേക്ക് ചെല്ലുകയും ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുകയും ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആ പാച്ചപ്പ് ആവുകയും ചെയ്യുവാണ്. അദ്ദേഹം മുമ്പിയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാമെന്നും സന്തോഷപൂർണ്ണമായി ജീവിക്കാമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് അവരുടെ പാച്ചപ്പ് സംഭവിക്കുന്നു. അപ്പോൾ ഈ 2 ക്ലൈമാക്സാണ് ഉള്ളത്. ഒന്ന് ഗൈക്കോണിയോയും മുമ്പിയും തമ്മിലുള്ള പാച്ചപ്പും അതുപോലെ മുഗോയുടെ കൺഫെഷനും. ആൻഡ് എഗെയിൻ ഹി ബിക്കം ദ ഹീറോ ഓഫ് ദാറ്റ് വില്ലേജ്. കുറ്റസമ്മതം നടത്തിക്കൊണ്ട് അദ്ദേഹം ഹീറോ ആകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റോറിയുടെ ടൈറ്റിലിനെ പറ്റി പറയുവാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസസ് ദാറ്റ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹാവിങ് ബർത്ത്. എന്തുകൊണ്ട് ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന് പറയുന്ന ഒരു പേര് നൽകി എന്ന് ചോദിക്കുവാണെങ്കിൽ
എ ഗ്രെയിൻ ഓഫ് വീറ്റ് അല്ലെ, ആ ഒരു വീറ്റിനുള്ള ഒരു പ്രത്യേകത എന്താണ്, ആ ഒരു ഗ്രെയിനിനുള്ള പ്രത്യേകത എന്താണ്, ഇറ്റ് ക്യാൻ ബി റീജനറേറ്റ് ഓർ റീബർത്ത് അല്ലെ, ഒരു പുതിയ ജന്മം അതിന് വരാൻ, ഒരു പുതിയ മുള പൊട്ടി ഒരു പുതിയ ഉണർവ് തരാൻ അതിന് കഴിയും. അതുകൊണ്ടാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ കെനിയയുടെ ഇൻഡിപെൻഡൻസിലൂടെ ആ കെനിയയ്ക്ക് പുതിയൊരു ഫ്രീഡം കിട്ടുകയാണ്, ആ പുതിയ ഉണർവ്, അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് എന്നൊരു ടൈറ്റിൽ ഇതിന് നൽകിയിരിക്കുന്നത്. ദ റീബർത്ത് ഈസ് കമ്പയർഡ് ടു ദ ലൈഫ് ഓഫ് ഫെനിക്സ് റൈസ്ഡ് എഗെയിൻ ഫ്രം ഇറ്റ്സ് ഓൺ ആഷസ്. അപ്പോൾ ഈ റീബർത്തിനെ അവർ വേറെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഫെനിക്സ് എന്ന് പറയുന്നൊരു പക്ഷിയെ പറ്റിയിട്ട്. അതിൻ്റെ ആ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഫെനിക്സ് തൻ്റെ ആഷസ്, അതിൻ്റെ ഭസ്മത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ചാരത്തിൽ നിന്നും അത് ഒന്നുകൂടി റീജനറേറ്റ് ചെയ്യും, പുതുതായിട്ട് ഒന്നുകൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെനിക്സ് എന്ന് പറയുന്ന ജീവിക്ക് ഒരിക്കലും മരണമില്ല, അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ആ ഒരു ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന ടൈറ്റിൽ കൊണ്ട് ആ ഒരു റീബർത്ത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. The image of rebirth, regeneration after death is the central image of the നോവൽ. ഓക്കെ, ആ ഒരു റീബർത്ത്, റീജനറേഷൻ അല്ലെ, പുനർജനനം, ഇതൊക്കെയാണ് ആ നോവലിൻ്റെ ആ ഒരു ഇന്നർ തീം എന്ന് പറയുന്നത്. ഇൻ ദിസ് ഇറ്റ് ഇംപ്ലൈസസ് ദ നാഷണലിസ്റ്റ് സ്ട്രഗിൾ ഫ്രം ഫ്രീഡം അഗെയിൻസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ആ ഒരു കോളനിവൽക്കരണം, കുടിയേറ്റം, ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ ഒരു നോവലിൽ നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ മൗ ലഹളയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ മിലിറ്റൻ്റ് മൂവ്മെൻറ്റ് ഇൻ കെനിയ. അക്രമപരമായ ഒരു സമര രീതിയായിരുന്നു മൗ മൂവ്മെൻറ്റ് കെനിയയിൽ ഉണ്ടാക്കിയിരുന്നത്. ഇറ്റ് ബിലീവ്ഡ് ഇൻ വയലൻസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് മെഷീനറി. അപ്പോൾ ആ ഒരു സമരം എന്ന് പറയുമ്പോൾ മൗ ലഹളയിൽ നമുക്കറിയാം ഒരുപാട് വയലൻസും ഡിസ്ട്രക്ഷനും നാശവും ഒക്കെ ഉണ്ടായിട്ടുള്ള, നാശനഷ്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ലഹളയാണ് മൗ റെബലിയൻ. ആഫ്റ്റർ ദിസ് റെബലിയൻ കെനിയ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പം മൗ ലഹളയിലൂടെയാണ് കെനിയ തൻ്റെ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോറിയെ പറ്റി എനിക്ക് തരാൻ കഴിയുന്ന ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റെഫർ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോറി ഒന്നുകൂടി വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് അക്വയർ ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ക്യാപ്സ്യൂൾ ഇൻഫർമേഷൻ മാത്രമാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.